വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ജൂലൈയിലെ ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള PSCയിൽ മാർക്ക് ഉറപ്പാക്കാൻ പറ്റുന്നതും മാത്രമായ സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഇതിൻ്റെ അകത്ത്. ഞാൻ ഇത്രയും ദിവസം 3 പാർട്ടായിട്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത്. ഇത് ഞാനെല്ലാം ഒറ്റ പാർട്ടിലാണ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജൂലൈ 1 ലോക ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. നാഷണൽ ചാർട്ടേഴ്സ് അക്കൗണ്ട് ദിനം ജൂലൈ 1. മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ തേജ്ബീർ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത് കെയ്ൻ സെമിക്കോൺ. ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കുന്നതിനായി സച്ചറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്ത സംഘടന ടെലിമാറ്റിക്സ് വികസന കേന്ദ്രം C. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ദലൈലാമ. 2023 കേരള സംസ്ഥാന ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് K. കുഞ്ഞികൃഷ്ണൻ. INS ടാബാർ ഏത് വിഭാഗത്തിലുള്ള ഫ്രിഗേറ്റുകളിൽ പെടുന്നു? തൽവാർ ക്ലാസ്. ജൂലൈ 2 പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപ്പന്ന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഗോൾസാറ്റ്. പാമ്പു കടിയേറ്റിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി സർപ്പപാഠം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ ജ്യോതി ഉമ. പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം ബീഹാർ. ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരം ദിവി വിജേഷ്. ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത് കെയ്ൻ സെമിക്കോൺ. ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണ മെഡൽ നേടിയത് ദിവ്യാൻഷി ഭൗമിക്. 2025 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി സന്ദർശിച്ച രാജ്യം ബ്രസീൽ. ജൂലൈ 3 റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ റെയിൽ വൺ. കേരളത്തിലെ ആദ്യ AI റോബോട്ടിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊട്ടാരക്കര. ഹരിതഗൃഹ വാതകങ്ങളും ആഗോള ജലചക്രവും വിക്ഷേപിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമായ GOSAT GW വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. കേന്ദ്ര സർക്കാർ തുടക്കമിട്ട RAMP സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്? സൂക്ഷ്മ, ചെറുകിട, ഇടത്തര വ്യവസായ സംരംഭങ്ങൾ RAM റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ്. ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല നുവാപാഡ, ഒഡീഷ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രോട്ടീൻ ഉപയോഗത്തിൽ ഒന്നാമതെത്തിയത് കേരളം. കടുവാ സങ്കേതത്തിനു പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശം വയനാട്. ജൂലൈ 4 വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് 2 ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം സീ ഫ്ലൂഡ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് CTAC പൂനെ ആൻഡ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ
CWC എന്നിവയുടെ സംയുക്ത സംരംഭമാണ് സീ ഫോൾ പ്ലാറ്റ്ഫോം. ഇൻഡിഗോ എയർലൈൻസ് ഡയറക്ടറായി നിയമിതനായത് അമിതാഭ് കാന്ത്. അടുത്തിടെ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ട. ഗാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഗാന എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽപാലം അഞ്ചിഗത്ത് പാലം. ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ് റീക്ലെയിം ഫ്രെയിംവർക്ക്? കൽക്കരി മന്ത്രാലയം. ഗവേഷണ വികസന നവീകരണ RDI പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോബൽ വകുപ്പ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ്. RBIയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസ് RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദി റുപ്പി. ജൂലൈ 5, 2025 നടന്ന ഗ്രാൻഡ് ചെസ് റാപ്പിഡ് ടൂറിൽ സാഗ്രെമിൽ കിരീടം നേടിയത് ഡി കുഗേസ്. സുപ്രീംകോടതി ജീവനക്കാരുടെ നിയമനത്തിൽ OBC വിഭാഗത്തിന്റെ സംവരണം എത്ര ശതമാനമാണ് ഏർപ്പെടുത്തിയത്? 27%. 2025-26 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്നത് തൃശൂർ. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി നോർക്ക റൂട്ട്സ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനും അതിലൂടെ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ മൈഗ്രേഷൻ സ്റ്റുഡന്റ് പോർട്ടൽ. ഉയർന്ന ശേഷിയുള്ള സ്വിച്ച് റൂട്ടർ സക്ഷം 3000 വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ടെലിമാറ്റിക്സ് വികസന കേന്ദ്രം. C. വിദ്യാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ദേശീയ സംസ്ഥാനതല ഡേറ്റയിലേക്ക് തുറന്ന പ്രവേശനം നൽകുന്ന പോർട്ടൽ പരാഗ് രാഷ്ട്രീയ സർവേക്ഷൺ ഡിസൈമിനേഷൻ പോർട്ടൽ. അപ്പാച്ചെ AH-64E ആക്രമണ ഹെലികോപ്റ്റർ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ആനന്ദ്, ഗുജറാത്ത്. ജൂലൈ 6, യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുത വിമാനം അലിയാസ് CX-300. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഏത് റേഡിയോ സേവനം ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളുമായി സംവദിച്ചത്? അമറ്റ്യൂർ റേഡിയോ, ഹാം റേഡിയോ. സാർക്കോമ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത് ജൂലൈ. വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള വനം വകുപ്പിന്റെ പദ്ധതി. നവീകരണം. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആസ്ത പൂനിയ. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഭാരത് മയോ മാർക്കറ്റ്സ് ഓഫ് ഹെൽത്തി ഏജിംഗ് റീസെല്യൻസ് അഡ്വർടൈസ്ഡ് ആൻഡ് ട്രാൻസിഷൻ സംരംഭം ആരംഭിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരു. ജൂലൈ 7, മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി വൃന്ദാവൻ ഗ്രാം യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ NCM ഏത് മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്? ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം. 4 ഭൂഖണ്ഡങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ പിടികൂടാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ മെഡ് മാക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഗവർണർ ഉദ്ഘാടനം ചെയ്തത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ. രാജ്യവ്യാപകമായി അക്കാദമിക് ജേണലുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭം വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. അമേരിക്കൻ ശതകോടീശ്വരനായ എലോൺ മസ്ക് രൂപീകരിച്ച പാർട്ടി അമേരിക്ക പാർട്ടി. അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ മേഖലാ കേന്ദ്രം നിലവിൽ വരുന്നത് ആഗ്ര. ജൂലൈ 8, ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് ട്രെയിൻ വരുമ്പോൾ അലാറം, വൈബ്രേഷൻ, ഫോൺ ലൈറ്റ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനം ദോസ്ത്.
കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം തിരുവനന്തപുരം. നീല അസ്ഥികളും പച്ച രക്തമുള്ള അപൂർവ ഇനം തവളകളെ കണ്ടെത്തിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശശി തരൂർ. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള പദ്ധതി PM കുസും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപങ്ങളുടെ എണ്ണം 1 കോടി നടക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് മാവേലിക്കര. ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ. ജൂലൈ 9. ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം ഏത് സംഘടനയുടെ സംരംഭമാണ്? യൂറോപ്യൻ യൂണിയൻ. എക്സ്റ്റൻഡഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് ERASR ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? DRDO. 2025 ജൂലൈയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി സേഹത് യോജന ആരംഭിച്ചത്? പഞ്ചാബ്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല കാസർഗോഡ്. നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് NOS പദ്ധതി നടപ്പിലാക്കുന്ന മന്ത്രാലയം സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. ബാരിയലസ് ഇംഫാലൻസിസ് എന്നീ പുതിയ ശുദ്ധജല മത്സ്യ ഇനത്തെ അടുത്തിടെ കണ്ടെത്തിയ സംസ്ഥാനം മണിപ്പൂർ. കേരള മീഡിയ അക്കാദമിയുടെ ഫോട്ടോഗ്രഫി അവാർഡിന് അർഹനായത് ജിതിൻ ജോയൽ ഹാരി. വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ദുഃഖം 2 റോക്കറ്റ് നിർമ്മിച്ച രാജ്യം ഒമാൻ. ജൂലൈ 10. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 10. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ സസ്യം പിണ്ട മുഖർജിയാന. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സർപ്പപാഠം പദ്ധതി. മൂങ്ങാങ്കുഴി എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് ആഷാക്ഷിത. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മയ്ക്ക് സിന്ദൂർ പാലം എന്ന പേര് നൽകിയത് കർണേക് റോഡ് മേൽപ്പാലം. അമേരിക്കയിൽ $100 കോടി അധികം ആസ്തിയുള്ള വിദേശ കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വംശജൻ ജയ് ചൗധരി. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് സമാധാന നോബലിനെ നിർദ്ദേശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു. 2025 നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ ചെറുതന പുത്തൻ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ. ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ഇന്ത്യൻ റെയിൽവേ സ്ഥാപിക്കാൻ പോകുന്ന മെഷീൻ വിഷൻ ബേസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം MVISന്റെ പ്രധാന ലക്ഷ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ട്രെയിനുകൾ തത്സമയ പരിശോധന. യുവാക്കളെ ഡിജിറ്റൽ അംബാസഡർമാരായി ശാക്തീകരിക്കുന്നതിനായി ഏത് സർക്കാർ വകുപ്പാണ് സഞ്ചാർ മിത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. ഇന്ത്യൻ കർഷകർക്കായി അഗ്രികൾച്ചറൽ മോണിറ്ററിംഗ് ആൻഡ് ഇവന്റ് ഡിറ്റക്ഷൻ AMED API ആരംഭിച്ച സംഘടന ഗൂഗിൾ. റോഡ് മാപ്പ് ഫോർ സ്ട്രെയിറ്റനിങ് സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി S&T കൗൺസിൽസ് എന്ന തന്ത്രപരമായ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം നീതി ആയോഗ്. സ്പെക്ട് ജാഗ്വർ വിമാനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച രാജ്യങ്ങൾ UK ആൻഡ് ഫ്രാൻസ്. യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ച 21ാമത്തെ രാജ്യം ബൾഗേറിയ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഡ്രൈവിംഗ് സപ്പോർട്ട് വെസൽ INS നിസ്താർ. ജൂലൈ 12. മലാല ദിനം ജൂലൈ 12. പേപ്പർ ബാഗ് ദിനം ജൂലൈ 12. 11ാമത് ഇന്ത്യ എനർജി സ്റ്റോറേജ് വീക്കിന് വേദിയാകുന്നത് ഡൽഹി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEOയുമായി നിയമിതനായ മലയാളി പ്രിയ നായർ. മുംബൈയിലെ കർണാക് പാലം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? സിന്ദൂർ പാലം. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. 2025 സ്റ്റുഡന്റ് ഓസ്കാർ നാമനിർദ്ദേശ പട്ടികയിൽ ഇടം നേടിയ ചിത്രം വാസു സിദ്ധാർത്ഥ് കരുമാറിന്റെ. ഉൽക്കാവർഷം പ്രവചിക്കാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ.
നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഏത് ദൗത്യത്തിന് കീഴിലാണ് നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് NHCX വികസിപ്പിച്ചെടുത്തത്? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ജൂലൈ 13. 2025 വിംബിൾട്ടൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ. ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര ശാക്തീകരണ പ്രചരണ പരിപാടി ധർത്തി അബ്ബ ജൻ ഭാഗീദാരി അഭിയാൻ. കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി ചുമതലയേറ്റത് ഡോക്ടർ മിനി കാപ്പൻ. നീതി ആയോഗിൻ്റെ 2025 പ്രസിദ്ധീകരിച്ച നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 4. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്തമായി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി. നിരാലംബരായ കിടപ്പിലായ വൃദ്ധർക്ക് സംരക്ഷണം നൽകുന്ന കേരള സർക്കാർ പദ്ധതി വയോസാന്ത്വനം. 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തി സി സദാനന്ദൻ. പി കേശവൻ്റെ സ്മാരക ട്രസ്റ്റിൻ്റെ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ശശി തരൂർ. ജൂലൈ 14. 2025 മെയിൽ ഗോവ ഗവർണറായി നിയമിതനായത് അശോക് ഗജപതി രാജു. 2025 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ചെൽസി. 32 ടീമുകൾ പങ്കെടുത്ത ആദ്യ ക്ലബ് ലോകകപ്പ്. 2025 ജൂലൈയിലെ കണക്ക് പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം അർജന്റീന. ഇന്ത്യയുടെ സ്ഥാനം 133. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ച രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാറ്റെക്. നാഷണൽ ട്രസ്റ്റ് നിയമനത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങളിലേക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ. ഇന്ത്യയുമായി അന്തർവാഹിനി സഹകരണ മേഖലയിൽ 2 പുതിയ കരാറുകളിൽ ഒപ്പുവെച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക. 2025 ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 133. ജൂലൈ 15. 2025 ജൂലൈയിൽ LICയുടെ CEO ആയി നിയമിതനായത് ആർ ദുരൈസ്വാമി. ഇന്ത്യയുടെ 87ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുത്തത് ഹരികൃഷ്ണൻ. ലോക അത്ലറ്റിക് കോണ്ടിനെൻ്റൽ ടൂറിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഒഡീഷ. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ബർണിഹട്ട്, മേഘാലയ. ലോകപ്രശസ്ത കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് സ്വാമിനാഥൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് എത്ര രൂപയുടെ പ്രത്യേക നാണയമിറക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? 100 രൂപ. ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിൻ്റെ ISO അംഗീകാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ. 2025 ജൂലൈയിൽ ഹരിയാന ഗവർണറായി നിയമിതനായത് അംശിക് കുമാർ ഘോഷ്. 2025 ജൂലൈയിൽ ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് കവീന്ദർ ഗുപ്ത. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ അഭിനേത്രി ബി സരോജ ദേവി. ജൂലൈ 16. ഡ്രോർ 1 എന്ന ആശയവിനിമയം ഉപഗ്രഹിച്ച രാജ്യം ഇസ്രയേൽ. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി എൻപ്രൗഡ്. 2025 ജില്ലയിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തോൺ ഓട്ടക്കാരൻ എന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജൻ ഫൗജ സിംഗ്. ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിനായി GF404 എഞ്ചിൻ ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്ക. ബ്രഹ്മോസ് മിസൈൽസിനേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള ഇന്ത്യയുടെ DRDO വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ പ്രൊജക്ട് വിഷ്ണു. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്ല ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത നടനും സിനിമാ നിർമ്മാതാവുമായ വ്യക്തി ധീരജ് കുമാർ. 2024-25 സ്വച്ഛ് സർവേഷൻ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ച മന്ത്രാലയം ഭവന നഗരകാര്യ മന്ത്രാലയം. 2025 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ജാർഖണ്ഡ്. യുക്രൈൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് യൂലിയ സ്വീറിഡോക്കോ. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽചെയറായ YD1 നിർമ്മിച്ച സ്ഥാപനം IIT മദ്രാസ്.
കുടുംബശ്രീയുടെ ഇ-കൊമേഴ്സ് പോർട്ടൽ പോക്കറ്റ് മാർട്ട്. ആധാർ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ച് റേഷൻ വിതരണം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആഴക്കടൽ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രൈവിംഗ് സ്പോട്ട് കപ്പൽ INS നിസ്തർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് നിലവിൽ വരുന്നത് NH-66 മുംബൈ ഗോവ. ഉത്തർപ്രദേശിൽ 75ാമത് പ്രധാൻമന്ത്രി ദിവ്യക്ഷ കേന്ദ്ര എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ബദൌൺ. ജൂലൈ 18. സാംസ്കാരിക വകുപ്പിന്റെ സംസ്ഥാന കലാപുരസ്കാരങ്ങൾ. കഥകളി പുരസ്കാരം കൂറൂർ വാസുദേവൻ നമ്പൂതിരി കഥകളി ചെണ്ട. കലാമണ്ഡലം ശങ്കരവാര്യർക്ക് കഥകളി മദ്ദളത്തിൽ. പല്ലാവൂർ അപ്പുമാരൂർ പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടയ്ക്ക്. കേരള നൃത്തനാട്യ പുരസ്കാരം കലാമണ്ഡപം PN ഗിരിജാദേവി കൂടിയാട്ടത്തിന്. 2025 ജൂലൈയിൽ അന്തരിച്ച അമേരിക്കൻ പോപ്പ് ഗായികയും നടിയുമായ വ്യക്തി കോനി ഫ്രാൻസിസ്. ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. നെൽകൃഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എത്രയാണ്? 6.7%. കേരളത്തിൽ റെയിൽ പാതയിൽ കവച് സുരക്ഷാ സംവിധാനം ആദ്യമായി വരുന്നത് എറണാകുളം ഷൊർണൂർ. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിൽ സ്വച്ഛ് സർവേഷൻ പുരസ്കാരങ്ങളിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള നഗരസഭ മട്ടന്നൂർ കണ്ണൂർ. ജൂലൈ 19. തദ്ദേശീയ മേഖലയിൽ നിലവിലുള്ളതും അന്യം നിന്നു പോകാത്തതുമായ പാരമ്പര്യ കലകൾക്ക് പൊതുജീവൻ നൽകാനുള്ള കുടുംബശ്രീ പദ്ധതി ജൻഗൽസ. ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് പ്രൈം. ലോകത്തെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ എത്രാം വാർഷികമാണ് ആഘോഷിക്കുന്നത്? 80. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന തടാക വാസസ്ഥലം കണ്ടെത്തിയത് അൽബേനിയ. അടുത്തിടെ കമ്മീഷൻ ചെയ്ത തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഡ്രൈവിംഗ് സപ്പോർട്ട് വെസൽ INS നിസ്റ്റാർ. ലോകത്തിലെ ആദ്യത്തെ റൈൻ മ്യൂസിയം നിലവിൽ വരുന്നത് മൗണ്ട് സിൻറ. സൂപ്പർ സ്വച്ഛ് സർവേഷൻ ലീഗ് പുരസ്കാരം 2025 നേടിയത് ഇൻഡോർ. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാൻ സഹായം നൽകുന്ന കേരള പോലീസ് പദ്ധതി ഹോപ്പ്. ജൂലൈ 20. സർക്കാർ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അംഗീകരിച്ച മഹിളാ ആരോഗ്യ കക്ഷ് ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF ആരംഭിച്ച മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം. ഏത് മന്ത്രാലയമാണ് പോഷൽ ട്രാക്കർ ആപ്പ് ആരംഭിച്ചത്? വനിതാ ശിശു വികസന മന്ത്രാലയം. 4ാമത്തെ ബിമസ്റ്റിക് ദുരന്ത നിവാരണ വ്യായാമം 2025 വെർച്വലായി ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിന്റെ അനുമതി കിട്ടിയ സ്വകാര്യ കമ്പനി ആനന്ദ് ടെക്നോളജീസ്. രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വികസിപ്പിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ ആഡ്ഫാക്കോവാക്സ്. സിവിൽ സർവീസ് പരിശീലന സ്ഥാപനങ്ങൾക്കായുള്ള ദേശീയ മാനദണ്ഡങ്ങൾ 2.0 ചട്ടക്കൂട് വികസിപ്പിച്ചെടുത്ത സർക്കാർ സ്ഥാപനം കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ CBC. ജൂലൈ 21. 2025 ജില്ലയിലെ അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഇനം ഡ്രാഗൺ ഫ്ലൈ ലിറിയോതൈമിസ് അബ്രഹാമി. മാലിദ്വീപിന്റെ 60ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗസ്റ്റ് ഓഫ് ഓണർ ആകുന്നത് നരേന്ദ്രമോദി. പോർച്ചുഗലിൽ നടന്ന ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കരൻ 7.75 മീറ്റർ. ജോർമിയിൽ നടക്കുന്ന വനിതാ ചെസ് ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തി ചരിത്രം കുറിച്ചാണ് ഇന്ത്യൻ താരം കൊനേരു ഹംപി. സംസ്ഥാനത്തെ 11 ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. 2025 ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ജൂലൈ 22. ലേറ്റസ്റ്റ് ട്യൂബർകുലോസിസ് അണുബാധ LTBI കണ്ടെത്തുന്നതിനായി
TB സ്കിൻ ടെസ്റ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ചതായി ബന്ധപ്പെട്ട അനുച്ഛേദം 67A. ഒഡീഷ സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനുമായി സർവകലാശാലകളിലും കോളേജുകളിലും ആരംഭിച്ച പദ്ധതി ശക്തിശ്രീ. ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡിന് അർഹനായ മലയാളി സുരേഷ് ഏറിയാട്ട്. രാഷ്ട്രപതിയുടെ ADC പദവിയിലെത്തിയ ആദ്യ വനിത യശസ്വി സോളങ്കി. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 വാർഷിക ഉച്ചകോടിക്ക് വേദിയായത് കന്നഡ. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജൂലൈ 23. തെക്കൻ ചൈന കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് വിഫ എന്ന പേര് നൽകിയത് തായ്ലൻഡ്. 2025 അണ്ടർ-21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട്. ഫോർമുല 1 കറോട്ട മത്സരത്തിൽ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ ജേതാക്കളായത് ലാൻഡോ നോറിസ്. കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻ CAC ഏതൊക്കെ 2 സംഘടനകളാണ് സംയുക്തമായി സ്ഥാപിച്ചത്? ഭക്ഷ്യ കാർഷിക സംഘടന, ലോകാരോഗ്യ സംഘടന. 2025 ജൂലൈയിൽ ആരംഭിച്ച ദേശീയ സൈബർ സുരക്ഷാ വ്യായാമം ഭാരത് NCX 2025 പ്രമേയം ഇന്ത്യൻ സൈബർ സ്പേസിന്റെ പ്രവർത്തന തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തൽ. ഗ്രാമീണ ഡിജിറ്റൽ ഗവേണൻസിനുള്ള 2025 ചാമ്പ്യൻ അവാർഡ് വേൾഡ് സമ്മിറ്റ് ഓൺ ദി ഇൻഫർമേഷൻ സൊസൈറ്റി സമ്മാനങ്ങൾ നേടിയ മൊബൈൽ ആപ്ലിക്കേഷൻ മേരി പഞ്ചായത്ത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ RPF ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതനായത് സൊണാലി മിശ്രമ. കരസേനയ്ക്ക് കരുത്തേകാൻ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം US. ജൂലൈ 24. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 ജൂലൈ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 77. ലോകമാന്യ തിലക് സ്മാരക ട്രസ്റ്റ് വർഷം തോറും നൽകുന്ന ലോകമാന്യ തിലക് അവാർഡ് 2025 അർഹനായത് നിതിൻ ഗഡ്കരി. മാലിദ്വീപിന്റെ 2025 സ്വാതന്ത്ര്യദിനത്തിൽ വിശിഷ്ടാതിഥി നരേന്ദ്രമോദി. ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ടൈഫൺ ബ്ലോക്ക് 4? തുർക്കി. പുരാതന എട്രുസ്കൻ നാഗരികതയുടെ അപൂർവവും തൊട്ടുകൂടാത്തതുമായ ഒരു ശവകുടീരം അടുത്തിടെ ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ഇറ്റലി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശ്. 2025 IUCN വേൾഡ് കൺവെൻഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം അബുദാബി. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ്. ജൂലൈ 25. 46 വർഷങ്ങൾക്ക് ശേഷം അപൂർവമായ ലോങ് ബിൽഡ് ബുഷ് വാർബ്ലർ പക്ഷിയെ കണ്ടെത്തിയത് ലഡാക്ക്. ഇന്ത്യ സിൽക്ക് ആക്സിലറേറ്റർ എന്നത് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും ഏത് സംഘടനയുടെയും സംയുക്ത സംരംഭമാണ്? ലോക സാമ്പത്തിക ഫോറം. UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ V3 DRDO വിജയകരമായി പരീക്ഷിച്ചത് കുർണൂർ, ആന്ധ്രാപ്രദേശ്. 2025 വേൾഡ് ഫുഡ് ഇന്ത്യയുടെ 4ാം പതിപ്പിന്റെ പ്രമേയം പ്രോസസിംഗ് ഫോർ പ്രോസ്പെരിറ്റി. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് K. മധു, സംവിധായകൻ. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയത് ശുഭാംശു ശുക്ല. ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് IIT പാലക്കാട്. ജൂലൈ 26. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന മായം ചേർത്ത വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പ്രത്യേക പരിശോധന ഓപ്പറേഷൻ നാളികേര. മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്നത് വാളയാർ. എൻലൈറ്റ് ലീഡർഷിപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഷെറിൻ ടോപ്കെ. 2025 IUCN വേൾഡ് കൺവെൻഷൻ കോൺഗ്രസിൽ ആതിഥേയത്വം വഹിക്കുന്ന നഗരം അബുദാബി. റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് എത്ര വർഷം കൂടുമ്പോൾ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തത് 5 വർഷം. ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന
2 ഇന്ത്യൻ താരങ്ങൾ കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖ്. ഇക്കോ ഇൻസ്പയർ എന്ന ആശയത്തോടനുബന്ധിച്ച് 14-22 വയസ്സ് വരെയുള്ള തൻ്റെ യാത്രാനുഭവങ്ങളെല്ലാം ഇത് ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ് എന്ന പുസ്തകവുമായി പ്രസിദ്ധീകരിച്ചത്. ഇഷാൻ ഷാനവാസ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകവുമായ ലഘുഭക്ഷണം, പാനീയങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതി മാ കെയർ സ്റ്റോർ. ജൂലൈ 27 ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് മധ്യപ്രദേശ്. പഹൽഗാം ഭീകരരെ പിടിക്കാൻ നടത്തിയ സംയുക്ത സൈനിക നീക്കം ഓപ്പറേഷൻ മഹാദേവ്. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരമർപ്പിക്കാനുള്ള മൊബൈൽ ആപ്പ് ഈ ശ്രദ്ധാഞ്ജലി. കരോൾ നവ്റോസ്കി ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് ചുമതലയേറ്റത്? പോളണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ക്ലിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈന. 39ാമത് നാഷണൽ ഗെയിംസ് വേദി മേഘാലയ. അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ചൈനയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മീഡിയേഷൻ. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പൗരർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിറക്കിയ പ്രസ്താവന പിൻവലിച്ച രാജ്യം കൊളംബിയ. അടുത്തത് ജൂലൈ 28. സ്പർശ് സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ രക്ഷ ഏതു മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ്? പ്രതിരോധ മന്ത്രാലയം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൈനിക അഭ്യാസമായ എക്സൈസ് ഡ്രോൺ പ്രഹാർ നടന്നത് അരുണാചൽ പ്രദേശ്. 2025 ജൂലൈയിൽ ഏത് രാജ്യമാണ് തങ്ങളുടെ പ്രധാന നാവികാഭ്യാസം ജൂലൈ സ്റ്റോം ആരംഭിച്ചത്? റഷ്യ. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി വീർ പരിവാർ സഹായത യോജന ആരംഭിച്ച സ്ഥാപനം നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി NALSA. 2030 ആകുമ്പോഴത്തേനും എല്ലാവർക്കും താങ്ങുവാനുള്ള വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായി ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടന ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. കുട്ടികളുടെ സംരക്ഷണ സേവനങ്ങൾക്കുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി നവീകരിച്ച മിഷൻ വാത്സല്യ പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയം വനിതാ ശിശുവികസന മന്ത്രാലയം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ചത് ചെന്നൈ. 2025 വനിതാ ചെസ് ലോക ചാമ്പ്യനാകുന്നത് ദിവ്യ ദേശ്മുഖ്. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. ജൂലൈ 29 AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 വേദിയായത് സിക്കിം. കേരള എക്സൈസ് കമ്മീഷനുമായി നിയമിതനായത് MR അജിത് കുമാർ. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല ടൈഗർ റിസർവ്. ISROയും നാസയും ചേർന്ന് നടപ്പാക്കുന്ന പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ വിക്ഷേപിച്ച റോക്കറ്റ് GSLV F-16. ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ആർച്ചറി മിക്സഡ് കോമ്പൗണ്ടിൽ സ്വർണം നേടിയത് പർനീത് കൗർ കുശൽ ദലാൽ. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഫയർ കൺട്രോൾ റഡാർ നിർമ്മിക്കാൻ കരാർ നൽകിയത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. 2025 യൂറോ കപ്പ് വനിതാ കിരീടം നേടിയത് ഇംഗ്ലണ്ട്. അടുത്തത് ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. ജൂലൈ 30 2025 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ പ്രശസ്ത ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മേഘനാഥ് ദേശായി. അടുത്തിടെ കർണാടക സ്വദേശിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ക്രിപ്പ്. ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് അറിയിക്കുവാനും അതുമതി ഭൂമിയിലുണ്ടാകാനുമുള്ള മനുഷ്യനെ സഹായിക്കാനും ലക്ഷ്യമിട്ട് വയനാട് ഉരുൾപൊട്ട് ദുരന്തത്തിൻ്റെ 1ാം വാർഷികത്തിൽ GSLV F-16 വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹം നിസാർ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂഗർഭ LPG നിലവിൽ വരുന്നത് മംഗളൂരു. കലാകായിക വിനോദങ്ങൾക്കായി ഗ്രാമങ്ങളിൽ അരങ്ങൊഴുക്കുക എന്ന ലക്ഷ്യത്തോടെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ച ഒരു പദ്ധതി ഹാപ്പിനെസ് പാർക്ക്. ആസാമിൽ അടുത്തിടെ കണ്ടെത്തിയ മാർവിഡസ് പൂച്ച ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത്? തെക്കുകിഴക്കൻ ഏഷ്യ. ബുക്ക് ബ്രഹ്മ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി KR മീര. ജൂലൈ 31 പുരുഷന്മാരുടെ 200 മീറ്റർ വ്യക്തിഗത മെഡ്ലെയിൽ 14 വർഷം പഴക്കമുള്ള ലോക റെക്കോർഡ് തകർത്ത ഫ്രാൻസിൻ്റെ നീന്തൽ താരം ലിയോ മാർഷോൺ. മാരകരോഗമോ മുറിവോ ഉള്ള തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള സർക്കാർ തീരുമാനം തടഞ്ഞ ഹൈക്കോടതി കേരള ഹൈക്കോടതി.
നിസാർ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറായ മലയാളി തോമസ് കുര്യൻ. MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുന്നത് മഹാരാഷ്ട്ര. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 മാതൃബഹുമതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം സിക്കിം. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പായ ത്രെഡ് സ്നേക്കിനെ 20 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടെത്തിയത് ബാർബഡോസ്. സാക്ഷം നിവേശക് ക്യാമ്പയിൻ ആരംഭിച്ച മന്ത്രാലയം, നിക്ഷേപ വിദ്യാഭ്യാസ സംരക്ഷണ ഫണ്ട് അതോറിറ്റി. അയ്യാ വൈകുണ്ഠസ്വാമിക്ക് സ്മാരകം ഒരുങ്ങുന്നത് തിരുവനന്തപുരം.